ഹലോ ഫ്രണ്ട്സ്. മതി. ഹലോ. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു DIY ഫേസ് വാഷ്. നമ്മളിപ്പം രാവിലെയും വൈകുന്നേരവും നമ്മൾ മുഖം കഴുകാൻ വേണ്ടിയിട്ട് ഫേസ് വാഷാണ് നമ്മൾ യൂസ് ആക്കുന്നത്. അത് മിക്കവരും ഇപ്പം എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും DIY ഒക്കെ ചെയ്ത് വെക്കാൻ സമയമൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഫേസ് വാഷ് ആയിരിക്കും യൂസ് ആക്കുന്നുണ്ടാവുക. പക്ഷെ അതിൽ കെമിക്കലായിട്ടുള്ള കോണ്ടൻറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു തരി പോലും കെമിക്കലായിട്ടുള്ള ഐറ്റംസ് യൂസ് ആക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് വാഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫേസ് വാഷിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളുടെ വൈറ്റ് റൈസ് ആണ്, വെള്ളരി. കൊറിയക്കാരുടെ എന്താ പറയുക, സ്കിൻ ഭയങ്കര അടിപൊളിയല്ലേ? അതുപോലത്തെ സ്കിൻ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ അത് കിട്ടൂല, കാരണം അവർക്ക് ജനറ്റിക്കായിട്ട് അങ്ങനെയാണ്. പക്ഷെ അവരുടെയൊക്കെ ഈ ഒരു ബ്യൂട്ടി പ്രോഡക്ട്സിലും അവരുടെ എല്ലാ ഐറ്റംസിലും മെയിനായിട്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് വൈറ്റ് റൈസ് ആണ്. നമ്മൾ ഒരുപാട് എല്ലാം കണ്ടിട്ടുണ്ട്, വൈറ്റ് റൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടും എന്നുള്ളത്. പക്ക കൊറിയക്കാരുടെ പോലത്തെ ഗ്ലാസ് സ്കിൻ നമ്മൾക്ക് ഒരിക്കലും പോസിബിളായിട്ട് കിട്ടില്ല. പക്ഷെ നമ്മുടെ സ്കിന്നിലുള്ള കുറേ പോഴ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ്, വ്രിങ്കിൾസ് ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വൈറ്റ് റൈസിന് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ബ്രൈറ്റ് ആക്കാനും ഈ വൈറ്റ് റൈസിന് സാധിക്കും. അപ്പം ഞാൻ മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ഇതിന് വെക്കുന്നത് വൈറ്റ് റൈസാണ്. അപ്പോൾ വൈറ്റ് റൈസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ഒരു കപ്പ് ഞാൻ ആ ഒരു അളവിൽ പറയാം. ഒരു കപ്പ് വൈറ്റ് റൈസ് നന്നായിട്ട് വാഷ് ചെയ്യുക. നമ്മൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർക്കണം. നല്ല രീതിക്ക് ഒരു 3-4 തവണ, 4-5 ആയിക്കഴിഞ്ഞാൽ അത്രയും ബെറ്റർ, 4-5 തവണ അത് വാഷ് ചെയ്തിട്ട് ഒരു 5 to 6 മണിക്കൂർ നമ്മളത് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഞാൻ ഓൾറെഡി അത് കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എന്താണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു 5-6 മണിക്കൂർ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇത് വെള്ളത്തിൽ കുതിർത്തിട്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾക്ക് വേണ്ടത് ഈ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഈ സംഭവം ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാനത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. തരിയൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിക്കോസ് നമുക്കത് ഡെയിലി നമ്മളുടെ ഫേസിൽ അപ്ലൈ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇത്. ഓക്കെ, അതിനുശേഷം ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് നമ്മൾ പൊട്ടിച്ച് ഇടാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഞാനൊരു കത്രിക എടുത്തുകൊണ്ട് വന്നിട്ട് ആ സാധനം കട്ട് ചെയ്ത് ക്യാപ്സ്യൂള് ആ ഒരു ലിക്വിഡ് നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ ആ സംഭവം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മളൊരു 6 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബെഞ്ചാറാസിൻ്റെ റോസ് വാട്ടറാണ്. ഭയങ്കര അടിപൊളി സ്മെല്ലാണ് ഈ സാധനത്തിന്. അപ്പോൾ ഇത് ഞാൻ ആ കുപ്പി തുറക്കാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ അതിലേക്കൊരു 6 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. പിന്നെ ഈ ഒരു ഫേസ് വാഷ് നമ്മൾക്ക് ഒരു ജാറിലാക്കിയിട്ട് 7 ഡേയ്സ് നമ്മൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഓഫ് ഡേയ്സിൽ ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കമ്മിങ് 7 ഡേയ്സ് അവർക്ക് അത് നല്ല അടിപൊളിയായിട്ട് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ഇതൊരു പ്ലാസ്റ്റിക് ജാറിലേക്ക് മാറ്റുവാണ്. ഇങ്ങനെ പമ്പ് ചെയ്യുന്ന ടൈപ്പുള്ള പ്ലാസ്റ്റിക് ജാർസൊക്കെ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ പൈസ ഞാൻ ആക്കുന്നില്ല. എൻ്റെ കയ്യിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ജാറിലേക്ക് ഞാനിത് വെക്കുകയാണ്. ഇത് നമുക്ക് 7 ദിവസം ഈസി ആയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ 7 ദിവസം ഫ്രഷ് ആയിട്ട് നമ്മൾക്ക് സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെ നമ്മളുടെ ഓർഗാനിക് ആയിട്ടുള്ള അടിപൊളി ഫേസ് വാഷ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ എല്ലാവരും ഇതൊരു ചലഞ്ചായിട്ട്, ഒരു 30 ഡേ ചലഞ്ചായിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഫേസ് ഇത് വെച്ചൊന്ന് കഴുകി നോക്കുക.
ഉറപ്പാണ് ഒരു 30 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളെല്ലാം പോയിട്ട് നല്ല പക്ക ക്ലിയർ ആയിട്ട് നിങ്ങളുടെ സ്കിൻ കിട്ടും. പിന്നെ ഇത് എല്ലാ സ്കിൻ ടോണിനും പറ്റുന്ന ഒരു ഫേസ് വാഷാണ്. അപ്പോൾ എല്ലാവരും ഈ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുവാണ്. ഒരു ജെൻറ്റിൽ എക്സ്ഫോളിയേറ്റർ ആണ് ഈ സംഭവം. അപ്പോൾ ഡെഡ് സെൽസും കാര്യങ്ങളൊക്കെ റിമൂവ് ആവും. പിന്നെ ഒരുപാട് അങ്ങോട്ട് ഈ സാധനം ഇട്ടിട്ട് ഉരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഞാനപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. അത്രയേ ഉള്ളൂ. ടാറ്റാ.